മറക്കാൻ പറ്റാത്ത വൈകുന്നേരം എന്ന് വേണമെങ്കിൽ പറയാം. 2004 ഡിസംബർ 25 അന്നാണ് ആ മഹാപ്രതിഭാസം കടലിൽ അല തല്ലിയത്. തമിഴ്നാട്ടിൽ നിരവധി പേരുടെ ജീവനും വീടും എല്ലാം ആ സുനാമിയുടെ വൻതിരമാലകളാൽ നഷ്ടപ്പെട്ടു. പക്ഷേ ഇന്നും നഷ്ടപ്പെടാതെ, ആ സുനാമി വന്നിട്ട് പോലും നശിക്കാതെ കിടക്കുന്ന ഒരു വലിയൊരു മഹാ അത്ഭുതത്തിലേക്കാണ് ഞാൻ നിങ്ങളെ ഈ വീഡിയോയിലൂടെ ആനയിക്കുന്നത്. ഇത്രയും വലിയ സുനാമി വന്നിട്ട് പോലും ആ ഒരു സംഭവം നശിപ്പിക്കുകയോ ഒരു പോറൽ പോലും എടുക്കുകയോ ചെയ്തിട്ടില്ല. ഈ ഒരു സംഭവം നാഗൂർ ബീച്ചിലാണ്. നാഗൂർ ബീച്ചിൽ സുനാമി നടന്നപ്പോൾ ഉണ്ടായ ഒരു സംഭവമാണ് ഞാൻ ഇതിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ആ ഒരു സംഭവം വല്ലാത്തൊരു അത്ഭുതമായിട്ട് ഇന്നും ആര് പോയാലും കാണാൻ അവിടെ പറ്റും. അവിടെ ആ സംഭവം അത്രയും ആയിരക്കണക്കിന് ജനങ്ങളുടെ ജീവനെടുത്ത സുനാമി, ആയിരക്കണക്കിന് ആളുകളുടെ വീടും പാർപ്പിടങ്ങളും നഷ്ടപ്പെടുത്തിയ സുനാമി. എന്തുകൊണ്ട് ഈ ഒരു സംഭവം നശിക്കാതെ ഒരു ചോദ്യം ചിഹ്നമായി ഇവിടെ അവശേഷിക്കും. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇതിലുപരി എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇപ്പോൾ ഇവിടെ നാഗൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങി. എന്തായാലും 2004 സംഭവിച്ചതായിട്ട് പറയപ്പെടുന്നു ആ ഒരു സംഭവത്തിലേക്ക് ആ ഒരു വസ്തു നിങ്ങൾക്ക് കാണിച്ചു തരുവാനും നമുക്ക് ആ സ്ഥലത്തേക്ക് പോവുകയാണ്. അതിന് മുമ്പായിട്ട് നമ്മൾ ഇവിടെ കുറേ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. അതൊക്കെ ഇവിടെ ഈ സുനാമിയിൽ ഇവിടെ 2004 റെയിൽവേ സ്റ്റേഷൻ്റെ ബോർഡാണ്. നമ്മളിനി ആ പറയപ്പെട്ട സ്ഥലത്തിലേക്ക് പോവുകയാണ്. അതിൻ്റെ മുന്നായിട്ട് ഇവിടെ നാഗൂർ നമ്മളെ സുനാമി സംഭവിച്ചപ്പോൾ ഇതാ ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടില്ലുണ്ട്. ഇവിടെയൊക്കെ നിറയെ വീടുകളുണ്ടായിരുന്നു. ഒരുപാട് മനുഷ്യ ജീവനുകൾ ഇവിടെ വീട് കെട്ടി ജീവിക്കുകയായിരുന്നു. ഇതിന് ചുറ്റുപാട് റെയിൽവേ സ്റ്റേഷൻ കണ്ടോ? ഈ റെയിൽവേ സ്റ്റേഷനും റെയിൽ പാളങ്ങളും എല്ലാം ആ സുനാമിയിൽ നശിച്ചു പോയി. നാവാവിശേഷമായി പോയി. ഒരു കാറാണ് ചേട്ടൻ. അവിടെയൊക്കെ വീടുകളുണ്ടായിരുന്നു. ഇതിൻ്റെ വേക്കിലൊക്കെ ഈ കാണുന്നൊക്കെതാ, ഇതിൻ്റെ വേക്കിലൊക്കെ ഇതിൻ്റെ ഫുള്ള് അങ്ങോട്ട് ആ കടലിൻ്റെ അക്കത്തെ കണ്ണ് കാണാൻ ദൂരത്തെ വരെയൊക്കെ വീടുകളുണ്ടായിരുന്നു. ഒക്കെ സുനാമിയിൽ തകർന്നു പോയതാണ്. റെയിൽവേ സ്റ്റേഷനൊക്കെ പോയ റെയിൽവേ സ്റ്റേഷൻ ഇത് പുതിയതാണ്, പഴയത് അതിൻ്റെ അപ്പുറത്തുണ്ട്. സുനാമിക്ക് മുമ്പ് ഒരുപാട് വീടുകൾ, ആ സുനാമിൻ്റെ മുമ്പ് ഇവിടെ നിറച്ച് വീടുണ്ടായിരുന്നു. തുരുന്ന വീടുകളാണ് ഉണ്ടായിരുന്നത്. ഒക്കെ സുനാമിയിൽ തകർന്നു. ഇവിടെ ഇനി ആ സുനാമിൻ്റെ സമയത്ത് സംഭവിച്ചൊരു വലിയ അത്ഭുതമുണ്ട്. അത് പറയാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ദൂരം നാട്ടിൽ നിന്ന് ഇന്ന് നാഗൂർക്ക് വന്നത്. നാഗൂരിൽ എൻ്റെ ഉപ്പാൻ്റെ ജ്യേഷ്ഠന് മൂത്താപ്പയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് വിശ്വാസമുള്ള ആൾക്കാർക്ക് അല്ലാത്തവരും വിശ്വസിക്കും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. വിശ്വസിക്കാതിരിക്കുന്നതും അവനവൻ്റെ ഇഷ്ടം. കാരണം അത്രയും സുനാമികളുണ്ട്. അതായത് ഇത്രയും ഇങ്ങനെ കിടക്കുന്ന, ഇത്രയും വിശാലമായിട്ട് ഈ കിടക്കുന്ന ഈ പറമ്പൊക്കെ ഇത്
പറമ്പല്ലായിരുന്നു, വീടുകളായിരുന്നു. ഓരോ വീടിൻ്റെ അപ്പുറത്തൊരു വീട് ഒട്ടി 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 വീടാന്തര വീടുകളെ, മുക്കുവന്മാരൊക്കെ വീടുകളായിരുന്നു ഇത് മൊത്തം. ഇതാണ് ആര്യവേപ്പിൻ്റെ മരം. ഈ ആര്യവേപ്പിൻ്റെ കായ് കാണാത്തവർ, ആര്യവേപ്പ് പൂക്കുക കായ്ക്കുക എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ട്. ആര്യവേപ്പിൻ്റെ കായ് കേട്ടോ, അത് ആര്യവേപ്പിൻ കായ് കാണാത്തവർ കണ്ടോളി. അമ്പായങ്ങല്ല, അമ്പായങ്ങ കായ്ച്ചൊന്നും തൂങ്ങിയിട്ടില്ല കേട്ടോ. ആര്യവേപ്പിൻ്റെ കായാണ് ആര്യവേപ്പ്. ആര്യവേപ്പ് ഒന്ന് പൊന്തിച്ചാട്ടി എടുത്താ ഉണ്ടാക്കായിട്ട് പൊന്തിച്ച നമ്മളെ ആര്യവേപ്പ് കട്ടാക്കി. ആര്യവേപ്പ് പൂത്തത് തന്നു. ആര്യവേപ്പ് പൂത്ത് നല്ല ഉഷാറായിട്ടുള്ള ചോറില് ഇങ്ങനെ എടുക്കുക. എപ്പുറത്ത് ഭയങ്കര ഗുരു പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ വെള്ളം ഇവിടെ കമ്പം പൊരിച്ചൊക്കെ യൂട്യൂബ് ஆள்லாம் கிடைக்க மாட்டே இருக்குது. உங்களுக்கு கிடைக்குன்னு சொல்லுவீங்களா? சரி சரி கிடைக்கட்டும், வியாபாரம் வரட்டும். சரி சரி வியாபாரம் வரட்டும், நிறைய வியாபாரம் வரட்டும், அதெல்லாம் பிரச்சனை இல்லை. கலர் கலர் நம்மள பழைய கோட்டி சோடா, கோலி சோடா പൊട്ടാട്ട പൊരിച്ചത്, ഉരുളൻകിഴങ്ങ്, கோலி சோடா எவ்வளோ காக்கா? 25 25. இது இந்த ஜூஸு அது 25 சாத்துக்குடி. இது இந்த ஜூஸ் கல்லா ஜூஸ் நல்லா இருக்கும் சார். நல்லா சர்பத்து போட்டு சர்பத் நல்ல குவாலிட்டி இருக்கும். இப்போ அந்த சர்பத்தில் இதெல்லாம் சரி. பாதம் ഇതെല്ലാം നമ്മളെ ശരീരത്തിന് ഈ വെയിലിന് നല്ല തണുപ്പായിട്ട് കൊടുക്കും. നമ്മളെ ശരീരത്തിൽ ഇപ്പോൾ ഈ വെയിൽ ചൂട് ഭയങ്കര ഹീറ്റ് ചൂട്, அதுக்கு இது മൂലിക എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല, മരുന്ന്. അതാണ് മൂപ്പര് പറഞ്ഞത്. ഇതാണ് സവാരി പോണ കുതിര. കുതിര മേലെ ഒരാൾ ഉட்கார எவ்வளோ ஆகும்? 50 ரூபாயா? எத்தனை அவர்? சுமாரா? இல்லை சும்மா யூடியூப்பில் வீடியோ போட்டுட்டு இருக்கு. பரவாயில்ல. നാഗൂർ ബീച്ച്, നാഗൂർ ബീച്ച്. ഇവിടെയൊക്കെ മനുഷ്യന്മാരുണ്ടായിരുന്നു, പന്നാര മനുഷ്യന്മാരെ ഒക്കെ പോയി, സുനാമിയിൽ പോയി. 10-20 വർഷമായി. 2004 നടന്ന് ഇപ്പോൾ നമ്മളുള്ളത് 2024 നിൽക്കണം. അടച്ചവൻ്റെ ഒരു പരീക്ഷണമായിരുന്നു.
കണ്ണ് കാണാത്തോളം ദൂരത്തോളം ഈ ബീച്ചിനോട് ഇങ്ങനെ ചിലപ്പോൾ വേലിയേറ്റൊക്കെ ഉണ്ടാകും, ചില വീട്ടിലൊക്കെ വെള്ളം കയറും. ഇതൊക്കെ ഫുള്ള് ഇതൊക്കെ ഉണ്ടോ, ഇവിടെ നിന്ന് അങ്ങേ തല വരെ ഫുള്ള് വീടായി. ഇവിടെ നിന്ന് ഇങ്ങനെയുണ്ട് ആ കാണുന്ന കണ്ടില്ല. ഇവിടെയൊക്കെ ഇതിൻ്റെ പഴയ വീഡിയോ കിട്ടുമെന്ന് ഇവിടെ ഉള്ളവരോടൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ വീടുകളുണ്ടായിരുന്നു, ഞാൻ നമുക്ക് വീഡിയോയിൽ ആഡ് ചെയ്യാം. സുനാമി വന്ന് ഇവിടെയുള്ള സകല ജനങ്ങളെയും നാമാവിശേഷമാക്കിയപ്പോഴും ഇവിടെ ആൾക്കാരുണ്ടായിരുന്നു, ഇവിടെ വീടുകളുണ്ടായിരുന്നു എന്നതിന് തെളിവായിട്ട് ഇവിടുത്തെ നമ്മളെ നാഗൂർ ഷാവുൽ അമീദ് പാപ്പ നീറാൻ ഔലിയ മഹാനവറുകൾ വന്നിട്ട് ഇവിടെ ഇരുന്നിരുന്ന സ്ഥലമാണ്. സുനാമി വന്ന് ഇവിടെയുള്ള സകല ജനങ്ങളും വീടുകളും ഒക്കെ നാമാവശേഷമായി. പക്ഷേ ഈ ഒരു സംഭവം ഈ കാണുന്നത് ഇതിവിടെ ആൾക്കാർ സില്ലടി എന്നാണ് ഇതിന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് തുള്ളി വെള്ളമോ ഇതിനൊരു പോറലോ സംഭവിച്ചിട്ടില്ല. അതാണ് ഇതിനൊന്നും സംഭവിച്ചിട്ടില്ല. ഇവിടെ വന്നിട്ട് ഇരുന്നതിനും ഇതിനുള്ളിൽ മക്കുപറ പോലെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ റിയാള കിട്ടിയിരുന്ന സ്ഥലമാണ്. അങ്ങനെ തന്നെ അല്ലടാ, റിയാള ഇരുന്നിരുന്ന സ്ഥലമല്ല, കൽവത്തിലിരുന്ന്. ഇതിൻ്റെ ഉള്ളിൽ ആ സുനാമിൻ്റെ സമയത്ത് ഒരാൾ കിടന്നുറങ്ങിയത്. പിന്നെ അയാൾ കിടന്നുറങ്ങിയിട്ട് ആ സുനാമി ഉണ്ടായത് പോലും അയാൾ അറിഞ്ഞിട്ടുമില്ല. ആ വ്യക്തിയുടെ ശരീരത്തിൽ ഒരു തുള്ളി വെള്ളം അയാളെ മേത്ത് പറ്റിയിട്ടില്ല. ഒരു പൊടിക്ക് പോലും വെള്ളം ആ ശരീരത്തിൽ വെക്കുകയോ ഇതിനകത്തൊരു നനവിൻ്റെ ഒരു അംശം ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. അത്രയും ഭയങ്കരമായ അത്ഭുതമാണ് സംഭവിച്ചിട്ടുള്ളത്. ആ സ്ഥലത്താണ് ഞാനുള്ളത്. സുനാമിയുടെ ശേഷം ഞാനിവിടെ വന്നിട്ടുണ്ട്, ഈ ഒരു സംഭവം കണ്ടിട്ടുണ്ട്. അന്ന് ഇങ്ങനെയൊന്നല്ല, ഈ പ്രദേശങ്ങളൊന്നും ഇങ്ങനെ അല്ലായിരുന്നു. ഇവിടെ ഞാൻ വന്നിട്ട് ഇവിടെയൊക്കെ ആകപ്പാടെ വീടുകളൊക്കെ തകർന്ന് കിടക്കുന്ന അവശിഷ്ടങ്ങളുടെ ഇടയിലേക്കാണ് ഞാൻ വന്നത് സുനാമി കഴിഞ്ഞാൽ. ആ സമയത്ത് ഈ ഒരു ഇദ്ദേഹം ഇരുന്ന് അവിടെ ഇബാദത്തുകൾ, അയാളെ പ്രാർത്ഥനാ കർമ്മങ്ങൾ ചെയ്ത സ്ഥലമാണ്. ഇതിനൊരു കേടുപാടുകളോ പൊട്ടലോ ഇതിൻ്റെ ഉള്ളിലൊരു മനുഷ്യൻ കിടന്നിറങ്ങിയിരുന്നു. അയാൾക്കൊന്നും പോലും ഒരു പോറൽ പോലും സംഭവിച്ചില്ല. അയാൾ നല്ല ഉറക്കത്തിലായിരുന്നു. പിന്നെ ആളുകളൊക്കെ വന്ന് സുനാമി വെള്ളമൊക്കെ ഇറങ്ങി ആളുകൾ വന്നിട്ട് അദ്ദേഹത്തെ ഉണർത്തിയപ്പോഴാണ് ഇങ്ങനെ സംഭവം ഇങ്ങനെ നടന്നു, ഇങ്ങനെ പ്രശ്നം ഉണ്ടായി എന്നുള്ളത് അദ്ദേഹം അറിയുന്നത്. അപ്പോൾ ആളുകൾ വന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലൊന്നും വെള്ളം പറ്റിയതിന് അടയാളോ അയാളെ മേത്തൊരു തുള്ളി വെള്ളമോ ഒന്നുമില്ല. വല്ലാത്തൊരു അത്ഭുതമായിട്ടുള്ളൊരു സംഭവമായി. സുനാമിയിൽ എന്തെങ്കിലും കേടുപാട് പറ്റി എന്ന് പറയാനുണ്ടെങ്കിൽ ഇവിടെ ഇതിൻ്റെ ഏതോ ഒരു മൂലയിൽ ചെറിയൊരു എന്തോ ചെറിയൊരു ഇളക്കം പറ്റി തറക്കല്ലിൻ്റെ ഒരു ഭാഗം ചെറുതായിട്ട് ഇളകിപ്പോയി, അത്ര തന്നെ. ഇത്ര ഏരിയയിലൊക്കെ ആൾക്കാരായിരുന്നു കേട്ടോ, നിറച്ച് മനുഷ്യന്മാരായിരുന്നു, നല്ല ജനങ്ങളായിരുന്നു. ഒക്കെ പോയി. ഇതൊക്കെ ഇപ്പോൾ ആൾക്കാർ നിന്നിരുന്ന സ്ഥലങ്ങളാണ്, അവർ താമസിച്ചിരുന്നത്. ആരൊക്കെ കയ്യിലാക്കി ഗവൺമെൻറ് വേലി കെട്ടി അടച്ചതാണോ എന്താ അറിയില്ല. ഇതാക്കണം. അടുത്ത വേറൊരു അത്ഭുതം കൂടി കാണിച്ചു തരാം. ഇത് വല്ലാത്തൊരു അത്ഭുതം കേട്ടോ. ഇത് ഇവിടെ നാവൂര് ദർഗ, ഇവർ തമിഴിൽ പറയൽ അന്തിരി എന്ന് പറയല്. നാവൂര് ദർഗയിൽ നേർച്ച നടക്കുന്ന സമയത്ത് 10ാമത്തെ ദിവസം ഒരു സംഭവം, ഇവർ പീരോട്ടത്തെരുവ് എന്നൊക്കെ പറയാം. പീരോട് അതെന്താ അതിനെപ്പറ്റി അതിൻ്റെ അർത്ഥം എന്നറിയില്ല.
പീരോട്ടത്തെരുവ് എന്ന് പറയല്. അപ്പോൾ ഈ കൂടെ ഒരാൾ ഓടിയിട്ട് വരും നാഗൂർ ഇറങ്ങിന്ന് ഓടിയിട്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇരുന്നിട്ട് ഈ കിണറിൻ്റെ വക്കത്തിരുന്നിട്ട് ദുആ ചെയ്യും. ഇതിപ്പോൾ നിങ്ങൾ കാണില്ലേ വെള്ളം, ഇത്രേ ഉള്ളൂ. ഇതിവിടെ വന്നിട്ട് ദുആ ചെയ്യുമ്പോൾ കിണറ്റിൽ വെള്ളം പൊന്തി വരും മേലേക്ക്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഞാൻ കേട്ടറിഞ്ഞ കാര്യമുള്ളൂ, എനിക്കും അറിയില്ല. വിശ്വസിക്കാം വിശ്വസിക്കാതെ ഇരിക്കാം, എനിക്കും നിങ്ങൾക്കും. എന്തായാലും ഇത് ഞാൻ കണ്ടൊരു സംഭവമാണ്. ഈ ഒരു സംഭവം ഇതെന്ന് പറഞ്ഞാൽ നാവൂർ ഇവിടെ സുനാമി ഉണ്ടായ പിറ്റത്തെ കൊല്ലം 2005 സുനാമി ഉണ്ടായി. 2006 ഞാൻ വന്നപ്പോൾ ഇതുപോലെ തന്നെ ഇവിടെ ഉണ്ട്. ഇതിന് മുമ്പും ഇവിടെ ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നത്. പിന്നെ ഈ ബീച്ചാണ് ഇത് കാണുന്നത്. മൊത്തം ഈ ബീച്ചിൻ്റെ ഈ സൈഡ് മൊത്തം വീടുകളുണ്ടായിരുന്നു. ഈ സൈഡ് ആ സൈഡ് ഇതൊക്കെ ഇപ്പോൾ ഫുള്ള് കാടാണ്. ഇതൊക്കെ സുനാമിയിൽ ഇവിടെ ഉണ്ടായിരുന്ന അത്രയും ആയിരക്കണക്കിന് 10,000 ജനങ്ങളെ ജീവനും അവരെ സ്വത്തും ഇപ്പോൾ നമ്മളെ വയനാട് മുണ്ടക്കയിൽ ഉരുൾപൊട്ടിയിട്ട് ജനങ്ങൾ എങ്ങനെ പോയോ അതിൻ്റെ ഡബിൾ മടങ്ങ് ജനങ്ങൾ ഇതിൽ നശിച്ചു പോയി. ജനങ്ങളെ ജീവനും സ്വത്തും എല്ലാം സുനാമി അപഹരിച്ചു കൊണ്ടുപോയി. അള്ളാഹുവിൻ്റെ ദൈവത്തിൻ്റെ ഒരു പരീക്ഷണം, ശിക്ഷ എന്ന് വേണമെങ്കിലും പറയാം. എന്തായാലും ഇതൊരു വല്ലാത്തൊരു അത്ഭുതമാണ്. ഇതിൻ്റെ ഉള്ളിലുള്ള കിടക്കുന്ന വ്യക്തി അറിഞ്ഞില്ല ഇങ്ങനെ സുനാമി ഉണ്ടായ വിവരം. ഇതിൻ്റെ ഒരു തൂണിന് പോലും ഒരു ഇളക്കം പോലും സംഭവിച്ചില്ല. അതും വല്ലാത്തൊരു അത്ഭുതം. എന്നാലും ബീച്ചിൻ്റെ ഭാഗങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അതൊക്കെ ഇവിടെയൊക്കെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഈ കാണുന്ന സ്ഥലങ്ങളിൽ മൊത്തം ജനങ്ങളുണ്ടായിരുന്നു. ഒരുപാട് 1000 പറ്റം ജനങ്ങൾ ഇവിടെ ജീവിച്ചിരുന്നിരുന്നു. സുനാമി അവരെയും കൊണ്ടുപോയി.